നീ കൊറേ നേരം ആയല്ലോ ആലോചന തുടങ്ങിട്ട്. എടി നമ്മൾ നേരത്തെ കണ്ടത് സ്വപ്നം അതാ യാഥാർത്ഥ്യോ? ഞാനും ഇപ്പൊ അത് ആലോചിച്ചേട്ടാ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒട്ടും പറ്റുള്ള. ആ ചന്ദ്രപിള്ള പോലീസില്ലേ, അങ്ങേരെ കുഴപ്പമില്ല, പാവമാണ്. പക്ഷേ ആ മിനി അവര് ശരിയല്ല, എന്തോ കുഴപ്പമുണ്ട്. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? എന്താണ് രണ്ടും കൂടെ മാറി നിന്നൊരു ഗൂഢാലോചന? അല്ല അമ്മ, അവര് കൈത ചക്ക കൊണ്ടുവരണം, അമ്മയെ കയറി അടുക്കളയിൽ സഹായിക്കണം, ചായ ഇട്ട് എറിഞ്ഞ് അങ്ങനെ ചെയ്ത കുറ്റങ്ങളൊക്കെ ഏറ്റു പറയണം. ഇതൊക്കെ ചെയ്യണ്. അമ്മ കൈതച്ചക്ക കഴിച്ചായിരുന്നാ? ഇവിടെ ആരും കഴിച്ചില്ലല്ലോ. ഇല്ലല്ലോ, കഴിച്ചില്ല. നന്നായി. മക്കളെ, കൈതച്ചക്ക കണ്ട സൂപ്പർ സാധനമാണ്. കണ്ടാലേ അറിയാം നാടൻ ചക്ക. നമ്മുടെ വീട്ടിൽ പണ്ട് ആ പാറയുടെ ഇടയിലൊക്കെ ഉണ്ടാവും. വിളഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ നല്ല മധുരമാണ്, തേൻ പോലെ ഇരിക്കും. എന്തായാലും ഞാൻ ആ ചക്ക കഴിക്കാൻ പോണില്ല. എനിക്ക് ഇന്നലെ രാത്രി തൊണ്ടയ്ക്ക് ഭയങ്കര ചൊറിച്ചില്. പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാലേ അലർജി വരും. അങ്ങനെ അമ്മ മാത്രം ഇപ്പൊ രക്ഷപ്പെടണ്ട, കഴിക്കുകയാണെങ്കിൽ എല്ലാരും കഴിക്കണം. എന്ത് അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? എന്താ അവർ ഇത്രയും നല്ല ചക്ക കൊണ്ടുവരാൻ കാര്യം, അവർ പൊതുവെ എന്നെ പറ്റി ഒന്ന് അന്വേഷിച്ച് കാണും. ബാങ്കിൽ വന്ന് കാണും, അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ ഇറങ്ങിയപ്പോ ഒന്ന് അന്വേഷിച്ച് കാണും. എന്തോന്നും അപ്പൊ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് കേട്ടപ്പോ എന്നാ അയലോകക്കാരനല്ലേ, ഒന്ന് സ്നേഹമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി കൊണ്ടുവന്നതാണ് നല്ല സാധനം. എന്ത് ഇങ്ങനെ നോക്കണേ? പൊതുവെ പുറത്ത് എന്നെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. അല്ല, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ ഇന്നാള് ട്യൂഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്തെ ഓട്ടോമാവന്മാരെല്ലാം കൂടെ എന്തോ ഒരു കാര്യം ഇങ്ങനെ കുശു കുശു എന്ന് പറയാനായിട്ട്. ആ എന്തിനാന്നറിയാവോ, പാറാവിളി വീട്ടിൽ രവി അണ്ണനില്ലേ, ഭയങ്കര വാവോ. മുഖ്യമന്ത്രി പ്രസ് മീറ്റിംഗിലും പറഞ്ഞായിരുന്നു, പാറാള വീട്ടിലെ രവീന്ദ്രൻ ഭയങ്കര പാവമാണ്. ഇത് തന്നെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞത്. മേരെ പ്യാരെ ദേശവാസിയോ, പാറ വീട്ടിലെ രവീന്ദ്ര അയ്യോ എവിടെ പോണു? പൊങ്ങി പൊങ്ങി വാച്ചാ പോകില്ല. ഞാൻ മിനിക്കുട്ടിയല്ലേ? ഞാൻ ഇവിടെ വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷ. അത് പ്രതീക്ഷയില്ല, അത് എന്റെ തെറ്റായി പോയി. ഞാനിവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ അകത്ത് വരാം. ഞാൻ വന്നു. നിന്നൊക്കെ കറി വെച്ചത് ഇല്ല, മീനൊന്നും വാങ്ങിച്ചില്ല. ഇന്നലത്തെ മീൻകറി ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പൊ മീനൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, ഭയങ്കര വില. ഒരു ദിവസം ഞാൻ വലിയ ചൂര വാങ്ങിച്ചോണ്ട് വന്ന് നല്ല ഉപ്പും പുളിയും ഒക്കെ ഇട്ട് വറ്റിച്ച് വെച്ച് ഞാൻ എന്റെ മണിക്കുട്ടിക്ക് തരും. അത് മാത്രല്ല, ഈ അച്ചാർ ഇഷ്ടമാണ്, ചൂരച്ചാറ്. ചൂരച്ചാറ് വെക്കാൻ മിടുക്കിയാണ്, ഞാൻ അച്ചാറ് വെച്ച് കൊണ്ടുവരാം. പിന്നെ നഖത്തിൽ അഴുക്കെടുക്കൂലല്ലേ, ഭയങ്കര പുളി. മിനിമാമി വന്നു. ഞാൻ വിചാരിച്ചു എന്ത് ഇപ്പൊ വരുമെന്ന്. കണ്ട 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 മണിക്കുട്ടി, ഇപ്പൊ മനസ്സിലായില്ലേ ഈ റിങ്കി മോളും ഈ മാമിയും തമ്മിലുള്ള ആത്മബന്ധം? റിങ്കി റിങ്കി, ഞാൻ പിങ്കി. രണ്ടും ഒരുപോലെ തന്നെ, എനിക്ക് രണ്ടും ഗസ്തിക്കാരി മോളായത്. അല്ല അല്ല, എന്തോന്നോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാമെന്ന കാര്യം ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പൈനാപ്പിൾ കൊണ്ടുവരുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് 2-3 പൈനാപ്പിളും കൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് വിചാരിക്കത്തില്ലേ? സത്യമായിട്ട് ഞാൻ ഒരു കാര്യം സാധിക്കാനല്ല 2 പൈനാപ്പിളും ഞാനും എന്റെ ചേട്ടനുമായിട്ട് വന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. മറ്റേ കാര്യം പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങക്ക് വിഷമാവും. എന്നാ പറയണ്ട. അയ്യോ, അങ്ങനെ പറയാതിരുന്നാ പിന്നെ എനിക്ക് വിഷമാവൂലേ? പറയട്ടെ. അതായത് മണിക്കുട്ടി, മണിമോളെ, ഞാനേ നേരത്തെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ അത് പറയാതെ എനിക്ക് മനസ്സിലായി. ആ പുറത്ത് ചക്ക തിരിച്ചു വേണമായിരിക്കും അല്ലേ? പുറത്ത് ചക്ക അതെന്തരെ? കൈതച്ചക്ക നേരത്തെ കൊണ്ടുവന്ന് അത് ഇവിടെ വരുമ്പോണ്ട് ഞങ്ങൾ ആരും തൊട്ടിട്ടില്ല. എടുത്തു നോക്കും. അതെന്റെ മനസ്സ് തട്ടി ഞാൻ കൊണ്ടുവന്നതല്ലേ. അതങ്ങനെ പറയല്ലേ. സാറേ നമസ്കാരം. ഇനിമോള് വീണ്ടും വന്നു. കണ്ടല്ലേ, എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം. കണ്ടോ? എന്നാ ഞാൻ വന്ന കാര്യം പറയട്ടെ. അതെ സാറേ, ഞാനും ചേട്ടനും കൂടെ നേരത്തെ വന്നതേ. പിന്നെ വന്നതേ ഒരു കാര്യം പറയണോ? പറയണോ?
പറയണ്ടോ? പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ. എന്നാ പിന്നെ ഞാൻ പറയാം. അതാ അവിടെ പോയാ മതി. ഒരുപാട് ബാത്റൂം ഉണ്ട്, എല്ലാ ബെഡ്റൂമിലും ഉണ്ട്. അതല്ല, പിന്നെ എനിക്ക് ഇത് വേണ്ട. എനിക്ക് 50,000 മതി. ഇനി കൂടുതൽ കൊണ്ടുവെക്കോ പറഞ്ഞാലും ഞാൻ കൊണ്ടുപോയില്ല. എനിക്ക് 1 ലക്ഷം വേണ്ട. എനിക്ക് 50,000 മതി. 50,000 മതി. ഓ, ലോണ് വേണം അല്ലേ? ഇവിടെ ലോണ് കിട്ടൂല, അത് അച്ഛന്റെ ബാങ്കിൽ പോണം. ഇതാണല്ലേ കൈത ചക്കയായിട്ടൊക്കെ വന്നത്. അതെന്റെ മനസ്സിൽ തട്ടി കൊണ്ടുവന്നല്ലേ ഞാൻ. അതല്ല, എനിക്ക് അത് കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചെന്തോന്ന്? എന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. എനിക്കൊരു 50,000 രൂപ തന്നാ മതി, ഞാൻ പൊക്കോളാം. 50,000 തന്നാ ഞാൻ ഉടൻ പൊക്കോളാം. മിനിക്കുട്ടി ശേഷം മാറിപ്പോണല്ലോ. മണിക്കുട്ടി നഖം കടിക്കല്ലേ വിട്. ഇല്ല, തരുവോ? ഞങ്ങളൊന്ന് ചന്ദ്രൻ ആലോചിക്കട്ടെ. പോലീസ് മാമനായിരിക്കും. ഈ ടൈമിംഗ് അനുസരിച്ച് പുള്ളി അവനേ ഉള്ളു സാധ്യത. മനസ്സിലായി. മോളെ ഞങ്ങൾക്ക് പോയി നോക്കും. നോക്കിട്ട് വരാവേ. ഇത് എന്നാ കാര്യം? പോണ്ട ആവശ്യമില്ല. ആദ്യം എന്നെ പറഞ്ഞു വിട്ട് മനസ്സിലായി.